പാലക്കാട് ആവേശച്ചൂടാണ് എങ്കിൽ വയനാട്ടിൽ പോരാട്ടച്ചൂടാണ്. യെസ്, പോരാട്ടച്ചൂട്. കെ സുരേന്ദ്രന്റെ റോഡ് ഷോ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. മാനന്തവാടിയിൽ റോഡ് ഷോ നടക്കുകയാണ്. അണ്ണാമലൈ അവരുടെ BJP-യുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയും ഒപ്പമുണ്ട്. ഡാൻ ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, തീർച്ചയായും ഇന്ന് കൊട്ടിക്കലാശമാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിക്ക് നൽകുന്ന മറുപടി കൂടിയാണല്ലോ സുരേന്ദ്രൻ എന്നത്. ആ നിലയിൽ എത്രത്തോളം ആവേശ കാഴ്ചകൾക്കാണ് ഇപ്പോൾ തുടക്കമായിട്ടുള്ളത്? സ്വാഭാവികമായി അഭിലാഷ്, വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ആവേശമായി ഈ റോഡ് ഷോ മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. വൈകുന്നേരം കൽപ്പറ്റയിലാണ് ഈ പരിപാടികളുടെ സമാപനം നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് മാനന്തവാടിയിൽ തമിഴ്നാട് BJP അധ്യക്ഷൻ അണ്ണാമല കൂടി നേതൃത്വം നൽകുന്ന റോഡ് ഷോ അല്പസമയത്തിനകം ആരംഭിക്കുന്നത്. ഇപ്പോൾ എരുമത്തെരുവിൽ നിന്നാണ് ഈ റോഡ് ഷോ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മാനന്തവാടി ജംഗ്ഷനിലേക്ക് എത്തുന്നത്. അവിടെ വെച്ച് BJP സംസ്ഥാന അധ്യക്ഷനും NDA സ്ഥാനാർത്ഥിയുമായ കെ സുരേന്ദ്രൻ, അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമല എന്നിവർ ഈ റോഡ് ഷോയുടെ ഭാഗമാകും. BJP-യുടെ വക്താവ് കൂടിയായ സന്ദീപ് വാര്യർ അടക്കമുള്ള നേതാക്കളാണ് മുൻനിരയിൽ ഈ റോഡ് ഷോയെ നയിച്ചുകൊണ്ട് ഇപ്പോൾ മാനന്തവാടി ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു ആവേശം ഈ റോഡ് ഷോയിലൂടെ മാനന്തവാടിയിൽ BJP-യുടെ ശക്തി തെളിയിക്കുന്ന ഒരു പ്രകടനമാക്കി ഇതിനെ മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നേതാക്കളൊക്കെ ഉള്ളത്. അതിനിടയിലാണ് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ സ്ക്വാഡിന്റെ ഉദ്യോഗസ്ഥരുമായി നേതാക്കൾ തന്നെ വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്ന സാഹചര്യമുണ്ടായത്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ മാനന്തവാടി ടൗണിലേക്ക് ഈ റോഡ് ഷോ എത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം അണ്ണാമലയും കെ സുരേന്ദ്രനും ഇതിന് പിന്നിലായി വരുന്ന വാഹനത്തിൽ ഈ റോഡ് ഷോയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രവർത്തകർക്ക് നടുവിലൂടെ ഇവിടേക്ക് കടന്നു വരാൻ പോകുന്നത്. അഭിലാഷ്, റൈറ്റ്, അതാണ് ആവേശക്കാഴ്ചകൾ ആരംഭിച്ചിരിക്കുകയാണ്. മാനന്തവാടിയിലെ തെരുവ് വീഥികളെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു ഇപ്പോൾ BJP പ്രവർത്തകരെ കൊണ്ട്. അതുപോലെ തന്നെ സ്വാഭാവികമായും അതിനുള്ള മറുപടി എന്താ എന്നത് ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ UDF-ഉം ഒക്കെ നൽകും. അങ്ങനെയാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ കേരളം, അതായത് രാഷ്ട്രീയ കേരളം ആൾക്കൂട്ടമായി മാറാൻ തയ്യാറെടുക്കുന്നത്. സജിത്.